നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രവാസി വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. കുവൈറ്റിൽ വീണ്ടും പ്രതിദിന കോവിഡ് രോഗികൾ 1000-ലേക്ക്. കഴിഞ്ഞ 24 മണിക്കൂറിനിടയിൽ 2 മരണം സ്ഥിരീകരിച്ചു. 962 പേർക്ക് കൂടി പുതുതായി രോഗം കണ്ടെത്തിയിരിക്കുന്നു. ഇതോടെ കോവിഡ് മരണം 966ആയും രാജ്യത്ത് മൊത്തം കൊറോണ രോഗികൾ 1,70,998ആയും വർദ്ധിച്ചിരിക്കുന്നു. 9,409 പേരുടെ പരിശോധന നടത്തി. ഇതോടെ മൊത്തം 15,99,491 പേരെ കോവിഡ് പരിശോധനയ്ക്ക് വിധേയരാക്കി. 445 പേർ രോഗമുക്തരായതോടെ രാജ്യത്ത് ഇതുവരെ 1,61,538 പേർ രോഗമുക്തരായി. ഖത്തറിൽ ഞായറാഴ്ച 408 പേർക്ക് കൂടി COVID-19 സ്ഥിരീകരിച്ചു. ഇതിൽ 29 പേർ വിദേശത്ത് നിന്ന് തിരിച്ചെത്തിയവരാണ്. 151 പേരാണ് രോഗമുക്തി നേടിയത്. ഞായറാഴ്ച ആരും മരിച്ചിട്ടില്ല. ഇതുവരെയുള്ള ആകെ മരണം 250. നിലവിലുള്ള ആകെ രോഗികൾ 6,938. ഇന്നലെ 13,373 പേരെയാണ് പരിശോധിച്ചത്. ആകെ 14,27,637 പേർക്ക് പരിശോധന നടത്തിയപ്പോൾ 1,54,098 പേർക്കാണ് ഇതുവരെ വൈറസ് ബാധയുണ്ടായത്. മരിച്ചവരും രോഗം ഭേദമായവരും ഉൾപ്പെടെയാണിത്. ആകെ 1,46,910 പേരാണ് രോഗമുക്തി നേടിയത്. സൗദി അറേബ്യയിൽ ഇന്ന് 317 പേർക്ക് കൂടി കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചു. ഇതിൽ പകുതിയും രാജ്യ തലസ്ഥാനത്താണ്. 278 രോഗബാധിതർ സുഖം പ്രാപിച്ചു. ചികിത്സയിലായിരുന്ന 5 പേർ മരിക്കുകയും ചെയ്തു. റിയാദ് 153, കിഴക്കൻ പ്രവിശ്യ 71, മക്ക 35, മദീന 18, അൽബാഹ 9, അൽഗസീം 6, അസീർ 5, ഹൈൽ 5, വടക്കൻ അതിർത്തി മേഖല 4, അൽ ജൗഫ് 4, നെജ്റാൻ 3, ജിസാൻ 2, തബൂക്ക് 2 എന്നീ മേഖലകളിലാണ് കഴിഞ്ഞ 24 മണിക്കൂറിനിടെ പുതിയ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തത്. യുഎയിലെ ഏറ്റവും വലിയ കൺസ്യൂമർ കോപ്പറേറ്റീവ് സ്ഥാപനമായ യൂണിയൻ കോപ്പ് 2020ഓടെ 36% സ്വദേശിവൽക്കരണം നടപ്പാക്കിയതായി അധികൃതർ അറിയിച്ചു. 2019 അപേക്ഷിച്ച് 3% സ്വദേശിവൽക്കരണം തോതിലുണ്ടായ വർധനവ്. യൂണിയൻ കോപ്പിൽ ജോലി ചെയ്യുന്ന UAE പൗരന്മാരായ ജീവനക്കാരുടെ എണ്ണം 2020 434 ആയിരിക്കുന്നു. സ്വദേശിവൽക്കരണം സാധ്യമാവുന്ന വിവിധ തസ്തികകളിൽ 1210 പ്രവാസികളാണ് ഉണ്ടായത്. ബഹ്റൈനിൽ 2 ATMകളിൽ ബോംബ് സ്ഫോടനം നടത്താനുള്ള ശ്രമം സുരക്ഷാ വിഭാഗം പരാജയപ്പെടുത്തി. രാജ്യത്തെ ന്യൂയിം, ജിദാഫ് എന്നിവിടങ്ങളിലെ ATMകളിലാണ് ബോംബ് സ്ഥാപിച്ചത്. ബുധനാഴ്ച 2 സ്ഥലങ്ങളിൽ നിന്നും വ്യത്യസ്ത സമയങ്ങളിൽ സുരക്ഷാ വിഭാഗം ബോംബ് കണ്ടെത്തുകയായിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് ചിലരെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഇവർക്കെതിരെയുള്ള നിയമ നടപടികൾ പൂർത്തിയാക്കി കേസ് പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറിയിരിക്കുന്നു. കുവൈറ്റിലേക്ക് ഇന്ത്യ ഉൾപ്പെടെ 35 രാജ്യങ്ങളിൽ നിന്ന് നേരിട്ട് വരുന്നതിനുള്ള വിലക്ക് നീക്കാൻ സാധ്യതയെന്ന് റിപ്പോർട്ട്. രാജ്യത്തെത്തുന്ന മുഴുവൻ പേർക്കും ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ നിർബന്ധമാക്കിയ പശ്ചാത്തലത്തിലാണ് ഇത്തരമൊരു സാധ്യതയിലേക്ക് വാതിൽ തുറക്കുന്നത്. കോവിഡ് പ്രതിരോധ നടപടികളുടെ ഭാഗമായി ഫെബ്രുവരി 7 മുതൽ 2 ആഴ്ചത്തേക്ക് കുവൈറ്റിലേക്ക് മുഴുവൻ വിദേശികൾക്കും പ്രവേശന വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നു. ഇടത്താവള രാജ്യങ്ങളിൽ 2 ആഴ്ച ക്വാറന്റൈൻ ഇരുന്ന് വരുന്നവർക്കും ഇത് ബാധകമാണ്. വിലക്ക് കാലം കഴിഞ്ഞാൽ നേരിട്ടും പ്രവേശനാനുമതി ലഭിക്കുമെന്ന പ്രതീക്ഷയാണുള്ളത്. സൗദി അറേബ്യയിലേക്കുള്ള യാത്രാമധ്യേ ദുബായിൽ കുടുങ്ങിയ മലയാളികൾക്ക് യാത്രാനുവാദം നൽകണമെന്ന് സംസ്ഥാനം ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം നോർക്ക പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ കെ ഇളങ്കോവൻ UAEയിലെ ഇന്ത്യൻ അംബാസിഡർക്ക് അയച്ച കത്തിലാണ് ആവശ്യം ഉന്നയിച്ചത്. ഇന്ത്യയിൽ നിന്ന് സൗദി അറേബ്യയിലേക്ക് നേരിട്ട് വിമാന സർവീസ് ഇല്ലാത്തതിനാൽ ദുബായ് വഴി സൗദിയിലേക്ക് യാത്ര പുറപ്പെട്ടവരാണ് കോവിഡ് കാരണം കുടുങ്ങിപ്പോയത്. ദുബായിൽ 14 ദിവസത്തെ ക്വാറന്റൈൻ കഴിഞ്ഞ ഇവർ സൗദി അറേബ്യ ഏർപ്പെടുത്തിയ വിമാനയാത്രാ വിലക്ക് കാരണം പെട്ടുപോവുകയായിരുന്നു. UAE അറബ് നാടിന് മൊത്തം അഭിമാനമാകാൻ ശേഷിക്കുന്നത് ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രം. UAEയുടെ ചരിത്ര വിസ്മയ ചൊവ്വാ ദൗത്യം ഹോപ്പ് പ്രോബ് ഫെബ്രുവരി 9 ചൊവ്വാഴ്ച US സമയം വൈകിട്ട് 7:50 ഭ്രമണപഥത്തിൽ പ്രവേശിക്കും. ഇതോടെ ഭൂമിയിലും ബഹിരാകാശത്തും ഒരുപോലെ ചരിത്രം കുറിക്കുന്ന അതിമനോഹര മുഹൂർത്തത്തിന് ലോകം സാക്ഷിയാകും. ചരിത്ര ദൗത്യത്തെ വരവേൽക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് UAE ഭരണാധികാരികളും. അടുത്തടുത്ത ദിവസങ്ങളിൽ ചൊവ്വയിലെത്തുന്ന 3 ബഹിരാകാശ പേടകങ്ങളിൽ ഒന്നാണ് ഹോപ്പ് പ്രോബ് അഥവാ അൽ അമൽ. ഫെബ്രുവരി 10 ചൈനയുടെ തിയാൻവെൻ 1ഉം 18 US-ന്റെ നാസ പെർസവറൻസ് പേടകങ്ങളും ചൊവ്വയുടെ ഭ്രമണപഥത്തിൽ പ്രവേശിക്കുമെന്നാണ് വിവരം.
ഖത്തർ, ഒമാൻ, ബഹ്റൈൻ ഉൾപ്പെടെ 5 രാജ്യങ്ങളെ ഒഴിവാക്കി UAE 12 ഗ്രീൻ രാജ്യങ്ങളുടെ പട്ടിക പരിഷ്കരിച്ചു. ഓസ്ട്രേലിയ, ഭൂട്ടാൻ, ബ്രൂണൈ, ചൈന, ഗ്രീൻലാൻഡ്, ഹോങ്കോങ്, ഐസ്ലാൻഡ്, മൗറീഷ്യസ്, മംഗോളിയ, ന്യൂസിലാൻഡ്, സൗദി അറേബ്യ, സിംഗപ്പൂർ എന്നീ രാജ്യങ്ങളാണ് പട്ടികയിൽ ഇടം പിടിച്ചത്. അതത് രാജ്യത്തെ കോവിഡ് ബാധ നിരീക്ഷിച്ച ശേഷം 2 ആഴ്ചയിൽ ഒരിക്കലാണ് പട്ടിക പരിഷ്കരിക്കുന്നത്. നേരത്തെ 17 രാജ്യങ്ങളായിരുന്നു പട്ടികയിൽ ഉണ്ടായിരുന്നത്. 12 ഗ്രീൻ രാജ്യങ്ങളിൽ നിന്ന് അബുദാബിയിലേക്ക് വരുന്നവർക്ക് 10 ദിവസത്തെ ക്വാറന്റൈൻ ആവശ്യമില്ല. കോവിഡ് വർധനവിന്റെ പശ്ചാത്തലത്തിൽ കുവൈറ്റിൽ മന്ത്രിസഭാ തീരുമാനപ്രകാരം പരിശോധന ശക്തമാക്കി. രാത്രി 8-ന് ശേഷം കടകൾ തുറക്കരുതെന്ന് ഉടമകൾക്ക് എഞ്ചിനീയറിംഗ് സൗദ് അൽ ഒദൈബി മുന്നറിയിപ്പ് നൽകി. ആരോഗ്യ മാനദണ്ഡങ്ങൾ നടപ്പാക്കുന്നതിനുള്ള ഫർവാനിയ ഗവർണർ ടീമിന്റെ മേധാവിയാണ് അൽ ഒദൈബി. അധികൃതർ ഫർവാനിയയിൽ നടത്തിയ പരിശോധനയിൽ രാത്രി 8:30 വരെ അനധികൃതമായി പ്രവർത്തിച്ച മണി എക്സ്ചേഞ്ച് ഷോപ്പ് കണ്ടെത്തുകയും നടപടിയെടുക്കുകയും ചെയ്തു. കടകൾ രാത്രി 8-ന് മുൻപ് അടയ്ക്കണമെന്നും അല്ലാത്തപക്ഷം നിയമ നടപടി നേരിടേണ്ടി വരുമെന്നും ഒദൈബി പറഞ്ഞു. കോവിഡുമായി ബന്ധപ്പെട്ട് തെറ്റായ വിവരങ്ങൾ സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിച്ചാൽ 10 ലക്ഷം റിയാൽ, അതായത് 1.94 കോടി രൂപ വരെ പിഴ ഒടുക്കേണ്ടി വരുമെന്ന് സൗദി ആഭ്യന്തര മന്ത്രാലയം. കൂടാതെ 1 വർഷം മുതൽ 5 വർഷം വരെ തടവ് ശിക്ഷയും അനുഭവിക്കേണ്ടി വരും. കഴിഞ്ഞ ഒരാഴ്ച മാത്രം കോവിഡ് മാനദണ്ഡങ്ങൾ ലംഘിക്കുന്നതിന്റെ തോത് 70% വർദ്ധിച്ച പശ്ചാത്തലത്തിലാണിത്. കഴിഞ്ഞ വർഷം മാർച്ചിൽ നിലവിൽ വന്ന കോവിഡ് പ്രതിരോധ നിയമങ്ങളോടുള്ള നിഷേധ മനോഭാവമാണ് ഇത് കാണിക്കുന്നതെന്നും മന്ത്രാലയ വക്താവ് ലഫ്റ്റനന്റ് കേണൽ തലാൽ അൽ ഷൽഹൂബ് പറഞ്ഞു. ആഭ്യന്തര ആരോഗ്യ മന്ത്രാലയങ്ങൾ സംയുക്തമായി വിളിച്ച വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. ഖത്തറിന്റെ അംബാസഡറായി മുൻ ഇംഗ്ലണ്ട് ക്യാപ്റ്റനും ഫുട്ബോൾ താരവുമായ ഡേവിഡ് ബെക്കാം ഇത് സംബന്ധിച്ച് ദോഹ ബെക്കാമുമായി $10 മില്യൺ കരാറിലാണ് ഏർപ്പെട്ടത്. അടുത്ത വേൾഡ് കപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന ദോഹയ്ക്ക് ബെക്കാമിന്റെ വരവ് കൂടുതൽ ഉണർവ് പകരും. 1 വർഷത്തിലേറെമായി ബെക്കാമിന്റെ ഉപദേഷ്ടാക്കളും ലോകകപ്പ് തയ്യാറെടുപ്പുകളുടെ ചുമതലയുള്ള ഖത്തറി കമ്മിറ്റിയും തമ്മിലുള്ള ചർച്ചകൾ നടത്തിയിരുന്നു. അദ്ദേഹത്തിന്റെ US സോക്കർ ടീമായ ഇന്ത്യൻ മിയാമിയുടെ സ്പോൺസർഷിപ്പും പരിഗണിച്ച ശേഷമാണ് കരാറിൽ ഏർപ്പെട്ടത്. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.